ഈ മദ്യപിക്കുന്നവർക്ക് മാത്രമല്ലേ ഫാറ്റി ലിവർ ഉണ്ടാകത്തുള്ളൂ? അങ്ങനെയല്ല, മദ്യപിക്കാത്തവർക്കും വരും. അങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അങ്ങനെ ഫാറ്റി ഫുഡ് നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയല്ല, ഫാറ്റി ഫുഡ് കഴിക്കുന്നത് നല്ലത് വരും. നമുക്ക് ഡെയിലി മെയിൻ്റെനൻസ് കാലറി എന്ന് എക്സസ് ആയിട്ട് കഴിക്കുന്ന കാലറീസ്, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്റ്റോർഡ് എനർജി ആയിട്ട് മാറും. ഡെയിലി നമ്മൾ എക്സസ് കാലറീസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആയി നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് സ്റ്റോർ ആവും. ഉദാഹരണത്തിന് ബെല്ലി ആൻഡ് ലിവർ. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പ്രശ്നമുള്ളത് വലുതാനും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കും. ഇത് എന്നാൽ ലിവറിന്റെ ഫംഗ്ഷൻ എന്താ, ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, നിങ്ങൾ എത്ര ഫുഡ് കഴിച്ചാലും അത് ലിവറിന് പ്രശ്നമില്ല. ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്യില്ല. ലിവർ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള എനർജി മറ്റുള്ള സെല്ലിലേക്ക് പാസ് ചെയ്യും. അതിനുശേഷം എക്സ്ട്രാ എനർജി നിങ്ങളെ സ്കിൻ ഫാറ്റായ സബ് ഫാറ്റിലേക്ക് അത് കൊണ്ടുവിടും. ഇത് മാത്രമാണ് ലിവറിന്റെ ഒരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പിന്നെ ലിവർ ഫാറ്റ് വരുന്നത്? ഈ തടി കുറഞ്ഞ ആൾ, ഫാറ്റ് ഇല്ലാത്ത ആളുകൾ പോലും ലിവർ ഫാറ്റ് ഉണ്ടാവാൻ കാരണം എങ്ങനെ? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കെമിക്കൽസ് അടങ്ങിയിരുന്ന, അതേപോലെ വിഷാംശങ്ങൾ അടങ്ങിയ കെമിക്കൽസ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ലിവറിന് ഒരു പ്രോപ്പർ ആയ ഒരു പ്രോസസ് നടക്കാൻ സാധിക്കില്ല. ആ സമയത്ത് ലിവർ ഡാമേജ് ആവും, ഇൻസുലിൻ റെസിസ്റ്റന്റ് പോലുള്ള പ്രശ്നങ്ങൾ വരും, ഹൈ ഫ്രൂട്ടോസിന് ഇൻസുലിൻ റെസിസ്റ്റന്റ് ഉണ്ടാക്കും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ലിവറിന് പ്രോപ്പർ ഫംഗ്ഷൻ നടക്കാതെ